അപ്പോൾ നമുക്ക് അതിഥിയിലേക്ക് വരാം. മറ്റാരുമല്ല, ആർട്ടിസ്റ്റ് ആൻഡ് ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരി. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായി പോകുന്നു. നമുക്ക് എങ്ങനെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങും? സിനിമാ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങണോ അതോ ജീവിത വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങണോ? രണ്ടും ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. രണ്ടും കുഴപ്പമില്ല. മിക്സ്ഡ് ആണ്. പുതിയ പടം ഏതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ റൈഫിൾ ക്ലബ്ബാണ് ലാസ്റ്റ് ചെയ്ത സിനിമ. അത് ഈ മാസം 19-ന് ഇറങ്ങും. ആഷിഖ് അബു സംവിധാനം ചെയ്ത്. ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊജക്റ്റിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പ്രീ നടന്നുകൊണ്ടിരിക്കുന്നു. അത് DQ ആണ്. DQൻ്റെ സിനിമയാണ്. അത് ഞാനും പോലും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അത് RDX ഒക്കെ ചെയ്ത നഹാസാണ് അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ ക്യാമറ വന്നിട്ട് ജിംഷി ഖാലിദ്. പിന്നെ ദുൽഖറിൻ്റെ കമ്പനി തന്നെയാണ് പ്രൊഡക്ഷൻ. ഈ ആഷിഖ് അബുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൂടുതൽ സിനിമ തുടക്കത്തിൽ കുറച്ചധികം സിനിമ അദ്ദേഹത്തിനോടൊപ്പം ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി. അതിലേക്ക് എങ്ങനെയാണ് വന്നത്? അല്ല, ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് സിനിമ ലെഫ്റ്റിൻ്റെ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ. രണ്ടാമത് ഈ ഇടുക്കി ഗോൾഡും ചെയ്യുന്നത്. അപ്പോൾ ഈ രഞ്ജിത്തേട്ടൻ ഈ മറ്റേ ലെഫ്റ്റ് റൈറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ നടക്കുമ്പോൾ തന്നെയാണ് എന്നെ ഈ ഇടുക്കി ഗോൾഡിലേക്ക് വിളിക്കുന്നത്. അത് രഞ്ജിത്തേട്ടൻ പറയുന്നത് ബാക്കി ആരിനെ വേണമെങ്കിലും ആഷിക്ക് വെച്ചോളൂ, പക്ഷേ അതിൻ്റെ ആർഡറിനെ ഞാൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ ആഷിഖാനെ പോയിട്ട് കാണുന്നത്. അങ്ങനെയാണ് ആ സിനിമ എത്തുന്നത്. ഓക്കെ. ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് ആർട്ട് ഡയറക്ടറിലേക്ക് എത്തിയ ആ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നോ അതോ സ്വപ്നം കണ്ടെടുത്തേക്ക് എത്തിയതാണോ? എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഇതൊന്നും സ്വപ്നം കാണാത്തതാണ്. ഞാനങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറായി മാറണം എന്ന് വിചാരിക്കാത്ത ഒരാളാണ്. ഞാനൊരു ക്രിയേറ്റീവ് ചെയ്യുന്ന ആളാണ്, ആർട്ടിസ്റ്റാണ്. ഞാൻ സിനിമയിലും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പിന്നണിയിൽ അതായത് ഒരു ആർട്ട് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടുതൽ ഇപ്പോൾ ബോർഡ് എഴുതുക, അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വർക്കുകൾ നമ്മുടേതായിട്ടുണ്ടാവും. ഡള്ളിയോ ചുമരൊക്കെ ഏത് തരത്തിലാക്കുക, അതാണ് ഞാൻ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷേ അതായിരുന്നു ഇഷ്ടം. ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളത്. കാരണം വളരെ സൈലൻ്റായിട്ട് ഒരു സ്ഥലത്ത് ചെയ്യുന്നു, ഇവിടേക്ക് നമ്മുടെ ഷൂട്ട് വരുമ്പോൾ അടുത്ത സെറ്റപ്പിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഒരിക്കലും ഷൂട്ടിൻ്റെ ക്രൂവിനായിട്ട് എനിക്ക് ബന്ധമില്ല. എനിക്ക് എൻ്റെ ജോലി കഴിയുന്നു, അടുത്ത സ്ഥലത്തേക്ക്, അങ്ങനെ തിരക്കുകളില്ലാതെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആർട്ടിസ്റ്റർമാരൊക്കെ അവരൊക്കെ ഒരു ഇതായിരുന്നു എന്നെ കൂടി ആർട്ട് ഡയറക്ടറാക്കി മാറ്റണം എന്നുള്ള അവരൊരു രഹസ്യ അജണ്ട പോലെയായിരുന്നു. അങ്ങനെയാണ് എന്നെ ഒരു പടത്തിന് അവർ വെക്കുന്നത്. ഗോകുൽദാസ് എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഡയറക്ടർ എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. ഒരുപാട് പടങ്ങളും അവാർഡുകളൊക്കെ കിട്ടിയത്. അപ്പോൾ ഗോകുലാണ് അങ്ങനെ ഒരു പടത്തിലേക്ക് വെക്കണം. പിന്നെ മനു ജഗതുണ്ട്, സുനിൽ ബാബു, അവരൊക്കെ ഇപ്പോഴാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവരൊക്കെ എന്നെ പല സിനിമകളിലേക്കും വെക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ എനിക്ക് തന്നെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല, ഒരു കോൺഫിഡൻസും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ലെഫ്റ്റ് റൈറ്റിലേക്ക് എത്തുന്നത്. അതിന് കുറേ വരയ്ക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിനും എന്നെ വിളിക്കുന്നത്. വര പോയിട്ട് പിന്നെ എൻ്റെ കയ്യിലേക്ക് തിരക്കഥ തരികയാണ് ചെയ്തത്. കുറച്ച് ടഫായിരുന്നു ആ സിനിമ. ഒരു അത്യാവശ്യം ഹെവി ഡേയ്സൊക്കെ നിന്നൊരു സിനിമയായിരുന്നു. ഷൂട്ടിങ്ങും ഭയങ്കര ടഫായിരുന്നു. പക്ഷെ അത് ചെയ്തതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ് സിനിമയിലാണ്. ലെഫ്റ്റ് റൈറ്റിന് ശേഷം പിന്നെ ലെഫ്റ്റ് റൈറ്റ് നോക്കേണ്ടി വന്നില്ല, നേരെ ഒരു പോക്കായിരുന്നു. അങ്ങനെ പറയാനും കുഴപ്പമില്ല. നമ്മൾ അത് ഒരുപാട് സിനിമകൾ എനിക്ക് എത്തിപ്പെട്ടു. അങ്ങനെ നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളിലേക്ക് എത്താനും പറ്റി, എനിക്കത് ചെയ്യാനും പറ്റി എന്നുള്ളത് ഭയങ്കര. എൻ്റെ കുറവ് സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. 10-14 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അത് ആളുകളുടെ അങ്ങനെ പ്രിയപ്പെട്ട ഒരു സിനിമകളിലായിട്ട് എത്തി. അവരൊരു കുറച്ച് സിനിമകൾ പറയുമ്പോൾ അതിൽ മസ്റ്റായിട്ടും ഈ സിനിമകൾ കൂടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ കുറേ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അത് വളരെ സന്തോഷമുള്ള ഒരു സംഭവമാണ്. ആ ചെയ്ത സിനിമയിൽ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് വന്നത്. ഗുണ കേവ് ആണ് എനിക്ക് തോന്നുന്നു. കാരണം അതിനു മുൻപ് കമൽഹാസൻ അഭിനയിച്ച സിനിമയിൽ അതിൻ്റെ ഒറിജിനൽ കാണിക്കുന്നുണ്ട്. ആ ഇടത്താണ് ഒരു ആർട്ട് ഡയറക്ടറുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളത് തെളിയിച്ചു കൊടുത്തത് അല്ലേ? അത് അത്രയും വർക്കായിരുന്നു. അത് കുറച്ച് ടഫായിട്ടുള്ള വർക്കാണ്.
പക്ഷെ ഞങ്ങളത് സിമ്പിളായിട്ട് ചെയ്തൊരു സിനിമ ഇത് എൻ്റെ ഭാഗത്തുനിന്ന് വളരെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തൊരു സിനിമയത്. അല്ലാതെ ഭയങ്കര തിരക്ക് കൂട്ടിയിട്ടൊന്നുമല്ല. നമ്മളത് സെറ്റ് ചെയ്യുന്നു, അതിന് 2 മാസം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സമയം പറയുന്നു. ആ 2 മാസം കഴിഞ്ഞ് 60 ദിവസം കഴിഞ്ഞ് 61ാമത്തെ ദിവസം നമ്മൾ ഷൂട്ടാണ് അവിടെ. അപ്പോൾ അതിനുള്ള ടു സെഡ് കാര്യങ്ങളും നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. അതായത് ഒന്നുമില്ലാത്ത ഒരു ഹാളിലാണ് നമ്മളത് ചെയ്തത്. അതിൽ കുഴി വേണം, അതിന് ഈ കുഴിയിൽ വന്ന് വീഴണം, ആ കുഴി നമ്മൾ താഴത്തേക്ക് കുഴിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന നമ്മളിപ്പോൾ സെറ്റിടാൻ തീരുമാനിച്ചപ്പോൾ പോലും അത്രയും സൈസുള്ള ഒരു ഹാള് നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റുഡിയോ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല. അപ്പോൾ അത് തപ്പി നടക്കലും അവസാനം പെരുമ്പാവൂർ സൈഡിൽ നിന്നാണ് ഒരു സ്ഥലം കണ്ടെത്തിയത്. ആ സ്ഥലത്താണ് നമ്മളത് സെറ്റ് ഇടുന്നത്. അത് ആ ഉയരം വെച്ച് അതിൻ്റെ മാക്സിമം നമ്മളതിനൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഈ കുഴിയിലേക്ക് വീഴുന്നത് നമ്മൾ ഫ്ലോറിൽ നിന്ന് താഴേക്ക് വീഴണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ മഴ പെയ്യുമ്പോൾ എവിടെ മഴ പെയ്ത വെള്ളവും ഈ ഗുണ കേവിൻ്റെ ഈ കുഴിയുടെ ഉള്ളിലേക്ക് വരുന്ന മാതിരിയാണ് അതിൻ്റെ ഡിസൈൻ. ഇനി സിനിമ കാണുമ്പോൾ നോക്കിയാൽ മതി. എവിടെ മഴ അതിൽ ആ വെള്ളം കംപ്ലീറ്റ് ഒലിച്ചു വന്നിട്ട് ഈ കുഴിയിലേക്ക് വെള്ളം വീഴണം. ഈ കുഴിക്ക് മാത്രം 17 അടിയോളം താഴ്ചയുള്ളൊരു കുഴിയാണ്. അതായത് 17 അടി നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റും. ഗുണ കേവിൽ നമ്മൾ സെറ്റിട്ടതിലും വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാല കുടിയാനും പരിക്ക് പറ്റാനും വളരെ സാധ്യതയുള്ള അത്തരം ഒറിജിനൽ റിയാലിറ്റി പോലുള്ള ഒറിജിനൽ കല്ലുകളും നമ്മളുണ്ടാക്കിയ കല്ലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത മാതിരി അത് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ, നിങ്ങളത് ഒരിക്കലും ആ കളർ ടോണിൽ അത് അറിയാൻ പറ്റിയിരുന്നില്ല. അതായത് ഒരു സമയം കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾക്കത് അങ്ങനെ പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അവിടെ ഈ ഗുണ കേവിനെ കുറിച്ചിട്ടുള്ളൊരു കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളെ അടഞ്ഞു കിടക്കുകയാണ്, വർഷങ്ങളെ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ അതൊരു അങ്ങനെ ഒരു റിയാലിറ്റി അല്ല എന്ന് തോന്നിയിട്ടുമില്ല. അതിനുവേണ്ടി അത്രത്തോളം ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ ഒറിജിനൽ ഗുണ കേവ് ഞങ്ങളൊക്കെ അതിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് അതിൻ്റെ ഇറങ്ങിയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ 4-5 വട്ടം എൻ്റെ ഇറങ്ങി കണ്ടു. അതിൻ്റെ ഒരു നമ്മളാൽ കഴിയുന്ന ഒരു വ്യൂ, അതിന് പിന്നെ അതിൻ്റെ കുറേ റെഫറൻസ് പിക്ചേഴ്സ് അതൊക്കെ എടുത്തതിന് ശേഷമാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ എനിക്ക് സെറ്റ് ഇടുന്നതിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. അത്രയും ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിന്നിരുന്നത്. എനിക്കത് ഞാൻ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുന്ന ഒരു ഇതല്ല ഞാനൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടിയിട്ട് തന്നെ അത് മാത്രമാണ് എൻ്റെ മുന്നിലുണ്ടാവുക. പറ്റുമോ പറ്റില്ലേ, ഇത് മുന്നിൽ മാത്രമാണ്. അല്ല, നമ്മളത് പറ്റുമെന്ന് വിചാരിച്ചാൽ നമ്മൾ അത് ചെയ്തിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഇത്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലൊരു പ്രോബ്ലമായിട്ട് വരിക. പക്ഷെ അത് നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കറക്റ്റായിരിക്കും, അത് ചെയ്തു കൊടുത്തിരിക്കും. അതിപ്പോൾ ഏകദേശം 50 അടി 55 അടിയോളമുള്ള ഒരു ഇതാണ്. അതിൻ്റെ താഴത്തേക്ക് 17 അടി കുഴിയുണ്ട്. നമ്മൾ ഈ കുഴി എടുത്തപ്പോൾ അതിൽ വെള്ളം വന്ന് നിറഞ്ഞു. അപ്പോൾ അതിന് 2 മോട്ടറും അതിൻ്റെ ഉള്ളിൽ കിണറിനൊക്കെ റിങ് ഇറക്കിയിട്ട് ചെയ്യുന്ന പോലെ 2 കിണറുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നെറ്റിട്ട് അതിലേക്കുള്ളൊരു പാസേജ് വെച്ച് അങ്ങനെയാണ് അത് ആ കുഴിയുടെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ സൗബിൻ ഈ ബാസി വീണതിന് ശേഷം കിടക്കുന്ന കുഴികളില്ലേ, അത് നമ്മൾ 3 കുഴികൾ 50 അടി വീതമുള്ള ഹൈറ്റുള്ള 3 കുഴികൾ, അതായത് 5 നിലയുടെ ഹൈറ്റുള്ള 3 കുഴികൾ പ്രത്യേക തരത്തിൽ 3 തരത്തിലുണ്ടാക്കി അതിൻ്റെ ഇടവഴി ഇറങ്ങിപ്പോണത് ഇതിനൊക്കെ ആയിട്ട് കാണിച്ച് അതിലൊരെണ്ണത്തിൽ വീണ് കിടക്കുന്നത് അങ്ങനെ ആയിട്ട് 3 എണ്ണം ഡിസൈൻ ചെയ്യായിരുന്നു. അങ്ങനെയാണ് അത്. നിങ്ങൾക്കത് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റിയില്ല. അതായത് എവിടെ അതിൻ്റെ ജോയിൻറ്റുകൾ എന്താണ്, നമ്മളിത് സെറ്റ് ഇട്ടതാണ് ഇതിങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടും ആ സിനിമ ആൾക്കാർ അങ്ങനത്തെ തരത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഒരിക്കലും അങ്ങനെ നമ്മളത് പിന്നെ ഞാൻ ചെയ്തെങ്കിൽ ആ ഒരു സെറ്റ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ ബാക്കി ഇത് പറഞ്ഞ ഷൈജുകാർ ഇത് പിന്നെ സുഷിൻ ശ്യാം പിന്നെ അതിൻ്റെ സൗണ്ട് ചെയ്തവരൊക്കെ കൂടിയിട്ട് അത് അതിഭീകരമാക്കിയിട്ട് മാറ്റി ചെയ്തത്. നമുക്ക് ആ വിഷ്വലിൽ നിന്ന് മാറാൻ പറ്റാത്ത തരത്തിൽ അങ്ങനെ ലോക്കായി ഇട്ടു. അതാണ് അതിൻ്റെ സംഭവം. ഈ കുറച്ച് ഇടക്കാലത്തുള്ള സിനിമകളൊക്കെ ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ കാണിച്ചിരുന്നത് കൊണ്ടായിരുന്നു. ഒരു പക്ഷേ ആർട്ട് ഡയറക്ഷൻ എന്നുള്ളത് ഒരു പരിധിക്കപ്പുറം പോകാത്ത ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ആ ഘട്ടവും കണ്ടിട്ടുണ്ട്. ഇതുപോലെ
സെറ്റിട്ട് അത് റിയാലിറ്റി ആണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധമുള്ള ഒരു ഘട്ടത്തിലുമാണ് ഇപ്പം നിൽക്കുന്നത്. ഈ രണ്ട് ഘട്ടത്തിലും സിനിമകൾ കണ്ട ഒരാളാണല്ലോ താൻ. അപ്പോൾ ആ ഒരു വ്യത്യാസം എത്രത്തോളം ഉണ്ട്? അല്ല, നമ്മളൊരു സിനിമയ്ക്ക് ആവശ്യമായിട്ട് എന്താണ് ചിലത് നമുക്ക് അവിടെ കിട്ടാതെ വരികയും അത് നമ്മൾ സിനിമയിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റിനനുസരിച്ച് വരുമ്പോഴാണ് നമ്മളൊരു അത് സെറ്റ് ഇടണം എന്നുള്ളതിലേക്ക് എത്തുന്നത്. അല്ലാതെ നമ്മളൊരു വെറുതെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആവശ്യമില്ലാതെ സെറ്റ് കുറേ പൈസ കളഞ്ഞിട്ടോ അതിലൊന്നും കാര്യമില്ല. ആ സിനിമയ്ക്ക് അത് ആവശ്യമാണോ, ആ കഥ ആവശ്യപ്പെടുന്നുണ്ടോ, അതിനനുസരിച്ചാണ് നമ്മൾ ആ സെറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് എന്ത് തരം സെറ്റാണ്, നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ, എത്ര സൈസ് വേണം, എത്ര സിനിമയിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ട് ആ സെറ്റിന്, അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴുള്ള ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനെ പറ്റിക്കാൻ പറ്റില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ കുത്തിനെ പോലും അത് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കേണ്ടാവും. നമ്മളിപ്പോൾ നമ്മുടെ പുറകിലുള്ള പാറക്കല്ലാണെങ്കിൽ പാറക്കല്ലിൻ്റെ മുകളിലെ ജോയിൻറ്റുകൾ എവിടെയാണ്, പെയിൻ്റ് അടിക്കാത്ത ഏതെങ്കിലും, പെയിൻ്റ് എത്താത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടോ, അതടക്കം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിനെ പറ്റിക്കാൻ പറ്റില്ല ശരിക്കും. അപ്പോൾ ഞങ്ങൾ അത്രയും ഇതായിട്ടാണ് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ചെടികൾ, പായലുകൾ, അതൊക്കെ നമ്മുടെ വ്യൂ പോയിന്റിൽ അതെല്ലാം വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്നത്. അത് ഒറിജിനലാണോ റിയലാണോ പ്ലാസ്റ്റിക് ആണോ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത മാതിരി നിങ്ങളതാക്കി. അപ്പോൾ അത് ഒറിജിനൽ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. പായലും ഇതൊക്കെ കിടക്കുകയാണ്. അതിഭീകര ഒരു സ്മെല്ലുണ്ട്. പിന്നെ കുറേ കുരങ്ങിൻ്റെയൊക്കെ അസ്ഥി ഇതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു മൂഡിലോ കരിയിലകളും കമ്പൊക്കെ അടിഞ്ഞതായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഗുണ കേവ്. നമുക്കൊരിക്കലും അവിടെ കുറേ നേരം നിൽക്കാനും തോന്നില്ല. ഭയങ്കര വേറൊരു തരത്തിലുള്ള ഒരു സ്ഥലമാണ്. നമുക്കൊരു ഭയങ്കര മിസ്റ്ററി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോണതെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണത്. നമുക്കത് വീണ്ടും പോകണമെന്നൊക്കെ ഇതുണ്ടാവും. ഇപ്പോൾ ഈ സിനിമ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ അതിൻ്റെക്ക് കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല. പെർമിഷനില്ലാതെ ആ ഏരിയയിൽ ഇറങ്ങിയാലൊക്കെ പോലീസാണ് അതിൻ്റെ ഇതൊക്കെ കൈകാര്യം ചെയ്യുക, ഫോറസ്റ്റ് മേടിച്ചു. ഇനി ഇപ്പോൾ പുതിയ സിനിമയിലേക്ക് വന്നാൽ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആഷിഖ് അബുവിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ റൈഫിൾ ക്ലബ്ബാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഉടനെ എത്തുന്നുണ്ട്. അത് 19-ാം തീയതിയാണ് റിലീസ്. അപ്പോൾ അതും ഇതുപോലെയുള്ള ഇത് അതും അത്യാവശ്യം വർക്കുള്ളതാണ്. വർക്ക് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു ക്ലബ്ബ്, റൈഫിൾ ക്ലബിനെ പറ്റിയുള്ളതാണ്. ഒരു വിൻറ്റേജ് ഒരു സ്റ്റൈലിലുള്ള വർക്കാണത്. എന്തായാലും 19-ാം തീയതി ഇറങ്ങിയിട്ട് നിങ്ങൾ പ്രേക്ഷകരാണ് അത് പറയേണ്ടത്. ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാ സിനിമക്കും ഗുണാക്കെ പോലെ അല്ല, അത് ഓരോ സിനിമയ്ക്ക് ആവശ്യമുള്ളത് എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അതാണ് ചെയ്തു വെച്ചത്. ചാലിശ്ശേരി എന്നുള്ളൊരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും ഉയരേക്ക് വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് അടയാളപ്പെടുത്തുന്ന സിനിമകളായിരുന്നു. അജയൻ ചാലിശ്ശേരി എന്ന് അടയാളപ്പെടുത്തിയ സിനിമകളായിരുന്നു. ആ യാത്ര അത്ര എളുപ്പമായിരുന്നോ? യാത്രകളെ പറ്റി അതൊന്നും മനഃപൂർവ്വം അങ്ങനെ ചെയ്തു പോകുന്നതല്ല. നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊരാളുടെ സിനിമയിലേക്ക് എത്തണം, ഇന്നയാളുടെ പടം ചെയ്യണം എന്നൊന്നും ഞാൻ ഇപ്പോഴും ചിന്തിക്കാറില്ല. അതിന് വേണ്ടിയിട്ട് ആളുകളെ നമ്മൾ കോണ്ടാക്റ്റും ചെയ്യാറില്ല. സിനിമ നമുക്ക് വരുന്ന സിനിമകളിൽ ആ കഥ ഞാൻ വളരെ ഇതായിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാറുണ്ട്. ആ കഥയിൽ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആ സിനിമ നമ്മളെ ഒരു ആർട്ട് ഡയറക്ടർ എൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അങ്ങനെ അതിന് നമ്മളെ തന്നെ അതിനൊരു പാകപ്പെടുത്തേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ ഓരോ സിനിമകളും നമ്മൾ കേട്ട് ആ സിനിമയ്ക്ക് എൻ്റേതായ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മാറി നിൽക്കാറുണ്ട് പടത്തിന്. എല്ലാ സിനിമകൾക്കും ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു എനിക്ക്. അതായത് എനിക്ക് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ. ചെറിയൊരു സിനിമയിൽ പിന്നെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഇതായിട്ട് മാറും. അപ്പോൾ നമുക്ക് അത്രയും ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക, അതായത് ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റണം. അങ്ങനെ പല സിനിമകളും അങ്ങനെ തന്നെ ഇതുണ്ടാവുക. നമ്മൾ ഒരു നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത്രയും വർക്കുള്ള സിനിമകളിലാണ് കൂടുതലിപ്പോൾ ഇതായിട്ട് നിൽക്കുന്നത്. ഞാനൊരു അഭിമുഖത്തിൽ കണ്ടതാണ് താങ്കളുടെ തുളസി ആർട്സ് എന്ന് എഴുതുന്ന ഒരു രീതി ഇപ്പോഴും. തുളസി എൻ്റെ ഒരു ചെറിയൻ ബാലമാഷാണ് തുളസി ആർട്സ് ഇതുണ്ടായിരുന്നത്. ശരിക്കും ബാലമാഷ തന്നെയാണ് എന്നെ ഒരു സംഭവം ഫുൾ ടൈം ആർട്ട് പഠിച്ചാൽ മതി എന്നുള്ളതിലേക്ക് ആളാണ് എത്തിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്ക് ഫൈൻ ആർട്സിനെ പറ്റിയിട്ടൊന്നും ഒരു അറിവ് പോലും ഇല്ല.
ഒരു പ്രീ ഡിഗ്രി ഇതൊക്കെ കഴിഞ്ഞ് അജയൻ ഈ ആർട്ടാണ് പഠിക്കേണ്ടതെന്ന് ആളുടെ ഒരു ഡിസിഷനാണ്. അത് കാരണമാണ് ഞാൻ അങ്ങനെ എത്തുന്നത് തന്നെ. അത് പഠിക്കുമ്പോൾ പിന്നെ അതിൽ നമുക്കൊരു ആർട്ട് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളത് കുറേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് എപ്പോഴും. അല്ലാതെ ഫുൾ ടൈം ഇത് ആർട്ടിസ്റ്റ് എന്നൊന്നും എഴുതി ഇതാക്കാനില്ല. നമ്മൾ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പലതുമായിട്ടും പഠിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നപ്പോൾ പോലും ഇവിടുത്തെ ടൗണിനെ പറ്റിയിട്ടും ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടും ഇവിടുത്തെ ക്രിയേറ്റീവ് ഇതിനൊക്കെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മൾ. ഈ ലൈഫ് നമ്മുടെ അതാണ്. നമ്മൾ ഓരോന്നും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സിനിമയാണോ അല്ല വാൾ പെയിൻറ്റിങ് ആണോ ബോർഡ് ഇതൊക്കെ ചെയ്തുകൊണ്ടിട്ടാണ്. ഇതൊക്കെ ഒരു പ്രോസസ്സാണ് ഒരാളുടെ ഒരു ആരും ക്രിയേറ്ററുടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പലതിലേക്കും എത്താൻ. നമുക്കത് ആ ഒരു കോൺഫിഡൻസിൻ്റെ പിൻബലം ശരിക്കും ആർട്ട് തന്നെയാണ്. നമ്മളതിലേക്ക് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ഒപ്പം ഒരു ഏകദേശം 600 ആൾക്കാർ സിനിമയിൽ എൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ 600 ആളുകളെ നിയന്ത്രിക്കുന്ന ഒരാളിലേക്ക് എത്തുന്ന ഒരിതുണ്ടല്ലോ, അത് ചെറിയൊരു സംഭവമല്ല. അപ്പോൾ അത് അത്ര പോലും ടഫായിരുന്നില്ല എനിക്ക് ഈ മഞ്ഞുമ്മൽ ബോയ്സ്. അത്രയധികം സെറ്റ് വർക്കും ഇതൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു അത്. കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ആ സിനിമ. അത്രയും ടഫായിരുന്നു എൻ്റെ വർക്ക്. അതായത് അത്രയും കുറഞ്ഞ ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സമയം കൊണ്ട് അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു. പക്ഷെ എന്നാലും അത് ഏകദേശം നമുക്കൊക്കെ നന്നായി തീർക്കാൻ പറ്റിയുള്ളൊരു ഇതാണ് അത്. പക്ഷേ അതിനെക്കാട്ടി വളരെ സിമ്പിളായിട്ട് ചെയ്ത സിനിമയാണ് നമ്മുടെ മഞ്ഞുമ്മൽ. വെറും 80-85 ആളുകളുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒപ്പം വർക്കേഴ്സായിട്ട്. എൻ്റെ ഒപ്പം ഉള്ള ടീമാണ്. നമ്മളത് വരച്ചു വെക്കണ്ടെങ്കിലും അവരാണ് എനിക്കത് ചെയ്തുണ്ടാക്കി തരുന്നത്. അതൊരു നല്ലൊരു ടീം കിട്ടുമ്പോൾ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും അവിടെ. ഈ സാധാരണഗതിയിൽ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ബോർഡ്, ചുവര്, അത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ആ കാലവും കഴിഞ്ഞു, ഫ്ലെക്സിന്റെ കാലമൊക്കെ ആയി. ഇപ്പൊ എല്ലായിടത്തും ഫ്ലെക്സ് അടിച്ചു വെക്കുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ വന്ന ഒരാളാണ് അജയൻ. ബോർഡ് എഴുതി ഈ പറയുന്ന പോലെ ആർട്ടൊക്കെ വരച്ചൊക്കെ വന്ന ഒരാളാണ്. സിനിമയിലേക്ക് എത്തുമ്പോൾ ആ ഒരു വഴി ഇപ്പോഴും ആർട്ട് ചെയ്യുന്ന നാട്ടിലൊക്കെയുള്ള സാധാരണ കലാകാരന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ ചിലരൊക്കെ ചോദിക്കും ആർട്ട് പഠിച്ചിട്ട് എന്താ എന്ന് ചോദിക്കും. അതിനൊക്കെ ഒരു ഉത്തരം കൂടിയാണ് അജയൻ ചാലശ്ശേരി. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ കുറേ എഴുത്തുകാരനൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് സിനിമയിൽ. ഇപ്പോഴും അവളവിടെ ഈ ശരിക്ക് എനിക്കൊക്കെ ഇതാക്കാൻ പറ്റിയത് ഈ എഴുത്തുനിന്ന് മാറി ഡിജിറ്റലിലേക്ക് ഇതുവരെ വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇത് എന്താണെന്ന് എനിക്ക് വഴി കറക്റ്റ് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ബോർഡുകളും ബാനറുകളും വണ്ടി നമ്പറുകളും ഇതൊക്കെ എഴുതിയിരുന്ന ഒരാളാണ്. ആ ആളുകൾ തന്നെ ഇങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ ഫ്ലെക്സും ഇതായി മാറി, പ്രിൻറ്റിങ് ആയി, LED ലെറ്ററായി, ഇതൊക്കെ ഇങ്ങനെ മാറും നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ്. ഇപ്പോഴും ബോർഡൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ സിനിമ മാത്രമൊന്നല്ല എൻ്റെ മുന്നിലുള്ളത്. എൻ്റെ മുന്നിൽ കഫേ ഇൻറ്റീരിയറുണ്ട്, ബോർഡ് വർക്ക് ഉണ്ട്, അതിൻ്റെയൊക്കെ എല്ലാം വോൾ വർക്ക്. അതൊന്നും അതിലേക്ക് വേണ്ട എല്ലാ സാധനവും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക. ഇപ്പോഴും നടക്കുന്നുണ്ട് അതുപോലുള്ള വർക്കുകളൊക്കെ. ഇപ്പോഴും നമ്മുടെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഒരു സിനിമ കഴിഞ്ഞ കുറേ ഗ്യാപ്പ് ഇടുക അതൊന്നുമല്ല. നമുക്ക് എൻ്റെ മുന്നിൽ ആർട്ട്, അതായത് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പലതരം സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളൂ. അപ്പോൾ സിനിമ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളുണ്ട് എൻ്റെ മുന്നിൽ. ഇപ്പോഴും ബോർഡ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഇതിൻ്റെ ഒപ്പം ഇതല്ല. അത് ഇപ്പോഴത്തെ എന്താണ് ആവശ്യം അത് ചെയ്തു കൊടുക്കുക, അതാണ്. നാട്ടിൽ കൂടെ പോകുമ്പോൾ പണ്ട് എഴുതിയ ബോർഡോ അങ്ങനെയൊക്കെ കാണാറുണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ആ മുന്നൊരു 10-14 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം മുന്നേ എഴുതിയ ബോർഡൊക്കെ ഉണ്ട്. അതൊക്കെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അത് അവർക്കൊക്കെ ചിലവരൊക്കെ അത് അത്രയും ഇതായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ നമ്പറുമായിട്ടും വലിയ കേടുപാടുകളൊന്നും പറ്റാതിരിക്കുന്ന പല ബോർഡുകളും ഉണ്ട് ഇപ്പോഴും നാട്ടിലുണ്ട്. അവർക്കത് ഭയങ്കര ഇതായിട്ടാണ്. ഈ മഞ്ഞുമ്മൽ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ആളുകൾക്ക്, നമ്മുടെ നോർമൽ ഒരു ആളുകൾക്ക് പിടികിട്ടുന്നത്. ഓ അജയ നീ അങ്ങനെ, അവർക്ക് അതിൻ്റെ ഒരു ഭീകരത ശരിക്കും മനസ്സിലായി. എന്താണ് ഒരു ആർട്ട് ഡയറക്ടർ സിനിമയിൽ ചെയ്യണതിനെ പറ്റിയിട്ട് അവർ ശരിക്കും ബോധവാന്മാരായി. അപ്പോൾ ഇപ്പോഴും ശരിക്കും അതിനെ ചാലശ്ശേരിക്കാർക്കൊക്കെ ഇപ്പോൾ നാട്ടിലെ ആളുകൾക്കൊക്കെ ഭയങ്കര ഇതാണ്. ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പോൾ സിനിമയിലൊക്കെ എത്തി ഒരുപാട് പ്രശസ്തിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും പണ്ട് ഞാൻ ചെയ്ത ഇന്നൊരു വർക്ക് അത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നും, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ടും എത്രയോ സാധനങ്ങളുണ്ടല്ലോ. നമ്മളൊക്കെ ഓരോ കാലഘട്ടത്തിൽ ചെയ്ത് പല ഡിസൈൻസും ഇതൊക്കെ ആയിട്ടുള്ളത്. അത്
പല കാലങ്ങൾ കൂടെ നമ്മളെ പിന്നെ വീണ്ടും തിരിച്ചറിയാൻ ഇപ്പോഴും ചില വർക്കുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് ഒരു 25 കൊല്ലം മുന്നേ ചെയ്തിട്ട് കൊടുത്ത വർക്കിൻ്റെ ഇപ്പോഴും അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് പല വർക്കുകൾക്കും ഞാൻ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഞാൻ തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇത്രയും വർക്കും ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യത്. അതായത് അവർക്കത് ഞാൻ ചെയ്താൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ബോർഡ് എഴുത്തുകാരൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ ഇതുവരെ എത്തി നിൽക്കണില്ലേ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇരിക്കണില്ലേ, അപ്പോൾ അതിന് ഇതിൽ പല സന്തോഷം എന്താ ഉള്ളത്? അതിന് ഭയങ്കര സന്തോഷമാണ്. അതായത് വന്ന വഴിയൊന്നും മറക്കാതെ വന്ന ഒരാളാണ്. വന്ന വഴികൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മുന്നിലേക്ക് വഴികളാണ് ശരിക്കും നമുക്ക് കൂടുതൽ ഇതല്ലാത്തത്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനില്ല ശരിക്കും ഞാൻ. അല്ലാതെ തന്നെ ഒരാളുടെപ്പം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്നാളുടെപ്പം സിനിമ ചെയ്യണം അങ്ങനെയൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കാറില്ല. അതായത് ഇതൊന്നും ചിന്തിച്ച പോലെയല്ല നമ്മൾ നടക്കുന്നത്, മനസ്സിലായില്ല? അപ്പോൾ എൻ്റെ ഇതിൽ അതായത് നമ്മൾ ചിന്തിച്ച പോലെ ഒന്നല്ല, നമുക്ക് വരാനുള്ളതും ചെയ്യാനുള്ളതും ഞാൻ ചെയ്തിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് എപ്പോഴോ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ വർക്കുകളിലേക്കും ഇങ്ങനെ നമ്മൾ എത്തിപ്പെടുകയാണ്. അതായത് അങ്ങനെ തെരഞ്ഞു വരിക എന്ന് പറയാം. അത് ചില വർക്കുകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും. പിന്നെ ഒരു സമയത്ത് ഒരു സിനിമയാണ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് കുറേ സിനിമകൾ ചെയ്ത് ടെൻഷൻ അടിക്കാനെന്ന് വരിക, ഒരു സമയത്ത് ഒരു സിനിമ, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് മുന്നേ അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് പോവുക. അത് എത്ര നാളായാലും അതൊന്നും ഈ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി സിനിമകൾ നഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടം പോലെ. നഷ്ടത്തിനെ പറ്റിയിട്ടൊന്നും അതൊന്നും ചിന്തിക്കാറില്ല. അത് നമ്മൾ ആ സിനിമ വേറൊരാൾ ചെയ്താലും ചിലപ്പോൾ അതിഗംഭീരമായിട്ട് മാറും. മനസ്സിലായില്ലേ? നമ്മൾ കേൾക്കുന്ന കഥകൾ ഒരു ആർട്ട് ഡയറക്ടർ മാത്രമല്ല ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും പല വ്യൂവിലുള്ള മികച്ച ആർട്ട് ഡയറക്ടർമാരുടെ കൂട്ടത്തിലുള്ള ഒരു ഇതാണ് മലയാളം ഇൻഡസ്ട്രി. അതിൽ ഒരു ചെറിയൊരാളാണ് ഞാനും, അത്രയേ ഉള്ളൂ. അതിഭീകരമായിട്ടുള്ള ആർട്ട് ഡയറക്ടർമാരാണ് മലയാളം ഇൻഡസ്ട്രിയിൽ. അവർക്ക് പലതും ചില വർക്കുകളൊക്കെ അവർക്ക് പൈസ ബഡ്ജറ്റ് കുറവായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്തു അങ്ങനെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ തെലുങ്കിലോ തമിഴിലോ കന്നഡത്തിലോ ഒക്കെ ആണെങ്കിൽ അതിന് ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. നമ്മളതിൽ ചെറിയ ബഡ്ജറ്റിൽ വലിയ സാധനങ്ങൾ ചെയ്തു തീർക്കുക എന്നതാണ് നമ്മുടെ ജോലികളൊക്കെ. അത് നമ്മൾ എത്രയോ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഏറ്റവും അത്രയും ക്ലാസ് പടങ്ങളൊക്കെ. അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞങ്ങളെ ടീമിനെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഈ മലയാളത്തിൽ മാത്രമല്ലല്ലോ, മലയാളത്തിൽ ഇപ്പോൾ മഞ്ഞുമലിന് ശേഷം എല്ലാ ഭാഷയിൽ നിന്നും വിളിച്ചിട്ടുണ്ട്. പല സിനിമകൾക്കും അത് ഇവിടെ പറയാൻ പറ്റില്ല, ഏറ്റവും ഇന്ത്യയിലത്തെ പല കോടികൾ വാങ്ങുന്ന നായകന്മാർ സിനിമകൾക്കടക്കം എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ചോദിക്കുന്ന സമയം ഭയങ്കരമാണ്. അതായത് 2.5 വർഷം 2 വർഷം. പക്ഷേ നമ്മൾ വേറെ ഒരു സിനിമ അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സിനിമ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫുൾ ടൈം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ 2 വർഷമൊക്കെ ഹൈദരാബാദിൽ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ തമിഴാണെങ്കിലും അവർ 1.5 വർഷം ചോദിക്കും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില സിനിമകൾക്ക് നമുക്ക് ആവശ്യം എന്നുള്ള തോന്നിക്കഴിഞ്ഞാൽ ചെയ്യും. പല പടങ്ങളും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് അപ്പോൾ നിലവിൽ അങ്ങോട്ടേക്ക് അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് എൻട്രി ഉടനെ ഉണ്ടാകും? അല്ല, നമുക്ക് എൻട്രി നമ്മുടെ സമയമാണ് ഇതുള്ളൂ. എന്നെ വിളിക്കുന്ന കമ്പനിയും നമ്മുടെ കാര്യങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സിനിമയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ളൊരു ഇതും കൂടിയും വേണം നമുക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനി അടുത്ത പടം കുറച്ച് ദിവസം നിൽക്കുന്നൊരു സിനിമയാണ്. ഒരു ഏപ്രിൽ വരെ മെയ് വരെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സിനിമ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ആ സിനിമയിലാണ് നെക്സ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത സിനിമേനെ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കഥകൾ കേട്ടാൽ മാത്രം ഇതായിരിക്കും. ഈ അജയൻ ചാലിശ്ശേരിയുടെ പിതാവ് ഒരു ഇൻബോൺ ആർട്ടിസ്റ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും. അച്ഛനും ആർട്ടിസ്റ്റ് ആയിരുന്നു. അച്ഛൻ നാട്ടിലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു വില്ലേജ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, പിന്നെ പെയിൻറ്റിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ. പക്ഷെ ആൾക്കത് ആ കാലഘട്ടം വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളവിടെ ഒരു ഇനാമൽ പെയിൻറ്റ് മാത്രം ഉള്ള ഒരു കാലഘട്ടത്തിൻ്റെയാണ് ആൾക്ക് ഇത്. ഇനാമൽ പെയിൻറ്റ് മാത്രമേ ഉള്ളൂ, ബോർഡ് എഴുതാൻ ഇനാമൽ പെയിൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വല്ല ഡിസ്റ്റം പിന്നെ എമൽഷനൊന്നും അങ്ങനെ കൊണ്ട് ഇതായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ പലതരം പെയിൻറ്റുകളുണ്ട് നമ്മുടെ മുന്നിൽ. അവരൊന്നും വളരെ ഇപ്പോൾ ഒരു ചോരെടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ ചോരെടുത്തോ അങ്ങനെ അവർ മിനിമൽ സാധനങ്ങളായിരുന്നു അവർക്ക്. വളരെ കുമ്മായം അടിച്ച് നീലം കൊണ്ട് എഴുതുക, വേറെ സാധനങ്ങളൊന്നും ഇല്ല ശരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു ആൾ.
അച്ഛനൊപ്പം പോയിട്ടുണ്ടോ എഴുതാനും വരയ്ക്കാനും ഒക്കെ? അങ്ങനെ ഇല്ല. ആൾ ബോർഡൊക്കെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ. മിനിമൽ ഇതാണല്ലോ. ഇപ്പോൾ ചാലിശ്ശേരി മാതിരിയുള്ള ഒരു ചെറിയൊരു വില്ലേജാണത്. ഇപ്പോൾ കുറച്ചും കൂടി ഇതായിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് വരുന്നൊരു ഇതിന് വളരെ പരിധി ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ അച്ഛൻ മരണപ്പെട്ടിട്ട് കുറച്ച് ഇതായി അങ്ങനെ പോകുന്നു. അപ്പോൾ പുതിയ സിനിമകൾ, അതിലേക്ക് ഒരു സിനിമ എടുത്താൽ അതിലേക്ക് പൂർണ്ണ സമയം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല അജയൻ ചാലിശ്ശേരി എന്ന് അറിയപ്പെടേണ്ടത്, എഴുതപ്പെടേണ്ടത് ലോക സിനിമയിൽ വരെ എത്തട്ടെ. എന്തായാലും എഴുതി ഒരു ആർട്ട് ഡയറക്ടറായി ഇനി അതങ്ങ് ലോക പെരുമയിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. നോക്കാമെന്നല്ല, നോക്കണം. അല്ല, നമുക്ക് ചെയ്തു നോക്കാം. നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവും എന്നുള്ളത് നല്ല ഒരു ആർട്ട് ഡയറക്ടർക്കുള്ള ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ കുറേ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുപോലുള്ള സബ്ജക്റ്റുകൾ വരണം. നമുക്ക് അത് ത്രില്ലിംഗ് ആയിട്ട് നമുക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ വരുന്നതാണ് ഒരു ആർട്ട് ഡയറക്ടറിനെ മാറ്റിമറിക്കുന്നത്. അത്തരത്തിലുള്ള സിനിമകളുടെ കഥകളൊക്കെ കുറച്ചാണ് കേൾക്കാറുള്ളൂ. അതായത് നമുക്ക് കൂടി ചേഞ്ചായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവുക എന്നുകൂടി, പവർഫുൾ ആവുക എന്ന് പറയില്ലേ. അത്തരം പടങ്ങൾ വരുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്തിട്ട് ചെയ്യും. അതിന് പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ടീമും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അതാണ്. അപ്പോൾ നമ്മളെ യൂസ് ചെയ്യുന്ന സിനിമകളാണ് ശരിക്കും ഇതാവേണ്ടത്. അതിലേക്കാണ് ആളുകൾ നമ്മളെ വിളിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും പൊളിക്കും. അതാണ്, പൊളിക്കണം. അപ്പോൾ അജയൻ ചാലിശ്ശേരി പൊളിക്കട്ടെ. ഈ പറയുന്ന വലിയൊരു കൂട്ടുകെട്ടിന്റെ ഭാഗമായി മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും NTVയുടെ കുടുംബത്തിൽ നിന്നുകൂടി അറിയിക്കുകയാണ്. NTV UAE to the world.